നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്, ചാനലുകൾ ഏറ്റവും കൂടുതൽ ബ്രേക്കിംഗ് ആയിട്ടും അല്ലാതെയുമൊക്കെ വാർത്ത ചെയ്തുകൊണ്ടിരുന്നത്, സോഷ്യൽ മീഡിയ ഏറ്റവും അധികം സംസാരിച്ചുകൊണ്ടിരുന്നത് അർജുൻ ആയങ്കിയെക്കുറിച്ചാണ്. ഇന്ന് ഏതാനും മണിക്കൂറുകളായി അതിനേക്കാൾ വലിയ വാർത്താ പ്രാധാന്യത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അറസ്റ്റാണ്. അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ള അറസ്റ്റാണ്. അർജുൻ ആയങ്കിയുടെ അറസ്റ്റും അതിന് പിന്നിൽ അരങ്ങേറിയിട്ടുള്ള നാടകീയ സംഭവ വികാസങ്ങളുമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് കേവലം ഒരു ഗുണ്ടാവേട്ടയായിട്ടല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. മറിച്ച് ഇതിന് പിന്നിലുള്ള ഒരു രാഷ്ട്രീയം, ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ കപടമായിട്ടുള്ള ദുരഭിമാന പ്രകടനം, അതുപോലെ ഇന്നത്തെ വ്യവസ്ഥിതിയുടെ ഇരകളായി മാറുന്ന ചെറുപ്പക്കാരുടെ ദയനീയമായിട്ടുള്ള അവസ്ഥകൾ, ഇതൊക്കെ വളരെ വിശദമായി തന്നെ തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട്. രാത്രിയുടെ മറവിൽ എറണാകുളത്ത് നിന്നും, കണ്ണൂരിലെ തളിപ്പറമ്പിൽ നിന്നും, പയ്യന്നൂരിൽ നിന്നുമൊക്കെ ഒരാളെ പിന്തുടർന്ന് വളഞ്ഞ് ആയങ്കിയെ തേടി വന്നുള്ള പോലീസ് ഒടുവിൽ ഒരു അഭിഭാഷകയുടെ ഫ്ളാറ്റിന് ചുറ്റും വളഞ്ഞ് അവിടെ നിന്ന് അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുത്ത, അതായത് ഒരു ഭീകരവാദിയെ പൊക്കാനെന്ന വണ്ണം വലിയൊരു സന്നാഹത്തോടെ വന്ന പോലീസ് സംഘം അർജുൻ ആയങ്കിയെ പിടികൂടുന്നത് അങ്ങനെയാണ്. ഒരു വലിയൊരു ഭീകരവാദി, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദിയെ പോലെയാണ് അർജുൻ ആയങ്കിയെ പിടിച്ച് തൂക്കിയെടുക്കുന്നത്. മാധ്യമങ്ങളത് ആഘോഷപൂർവ്വം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും മറ്റുമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. കണ്ണൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ മണിക്കൂറുകളോളം നീണ്ടുനിന്ന വലിയൊരു പോലീസ് ഓപ്പറേഷന്റെ ഒടുവിൽ ആണ് ഈ അറസ്റ്റ് നടന്നത് എന്നാണ് മാധ്യമങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ നിലയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരമേഖല DIGയുടെയും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ജില്ല മുഴുവൻ വളഞ്ഞ് ഏതോ ഒരു ഓട്ടോ ഡ്രൈവറുടെ ഫോണിൽ നിന്നുള്ള വിവരങ്ങളും CCTV ദൃശ്യങ്ങളും ഒക്കെ എടുത്ത് അതിൻ്റെയൊക്കെ സഹായത്തോടെ അർജുൻ ആയങ്കിയെ പിടികൂടുമ്പോൾ പോലീസിന് തെളിയിക്കേണ്ടിയിരുന്നത് സത്യത്തിൽ എന്താ? അർജുൻ ആയങ്കിയുടെ പേരിലുള്ള കേസുകളാണോ? ഒരിക്കലുമല്ല. സ്വന്തം ആത്മാഭിമാനം, പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും ആഭ്യന്തര മന്ത്രിയെയുമൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പരിഹസിച്ച ഒരു കുറ്റം, ആ ഒരൊറ്റ കാരണം കൊണ്ട് ഇനി വെടിവെച്ചായാലും ശരി തന്നെ ഇയാളെ പിടികൂടുമെന്ന് പ്രതിജ്ഞ എടുത്ത് ഇറങ്ങിത്തിരിച്ച പോലീസ് സേന ഒടുവിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ സാമാന്യ ജനങ്ങൾക്ക് മുന്നിൽ ഉയരുന്ന വലിയൊരു ചോദ്യമുണ്ട്. എന്താണ് ഇയാൾ ചെയ്ത ഇത്ര വലിയ കുറ്റം? അർജുൻ ആയങ്കിക്ക് മേൽ നിലവിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന പുതിയ കേസുകളും വകുപ്പുകളും ഒക്കെ പരിശോധിച്ചാൽ യാഥാർത്ഥ്യം അത് ബോധ്യമാവാതെ കോതമംഗലത്ത് വെച്ച് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന ഒരു സംശയം. അങ്ങനെ ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ട് അയാളെ ജയിലിലടച്ചു. അയാളെ മാത്രമല്ല കൂട്ടാളിയും കൂടെ വെറുതെ ഒരു കാര്യമില്ലാതെ കള്ളക്കേസെടുത്ത് ജയിലിലടച്ചു. പിന്നീട് ജാമ്യത്തിൽ വിട്ടു. സ്വാഭാവികമായിട്ടും ഏതൊരു ചെറുപ്പക്കാരനും ആർക്കും കലിപ്പ് തോന്നും. അതിന് പിന്നാലെ റെയ്ഡിന് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും CIക്കെതിരെയും ഒക്കെ സമൂഹ മാധ്യമങ്ങളുടെ ഭീഷണി മുഴക്കി, അപമാനിച്ചു, അപഹസിച്ചു, പോലീസിനെയും സർക്കാരിനെയും ഒക്കെ ആക്ഷേപിച്ചു. ഇതൊക്കെയാണ് പുതിയ കേസ്. എന്നാൽ ഈ കേസുകളിലെ വകുപ്പുകളെല്ലാം തന്നെ ജാമ്യം ലഭിക്കാവുന്ന നിസ്സാര വകുപ്പുകളാണ്, കുറ്റമാണെന്ന് മനസ്സിലാക്കണം. പോലീസിനെയും ആഭ്യന്തര സംവിധാനങ്ങളെയും ആക്ഷേപിച്ചതിനെ തുടർന്ന് പിന്നീട് ഒളിവിലിരിക്കുകയും ദുരഭിമാനം മൂത്ത് പോലീസ് കസ്റ്റഡിയിലേക്കാണല്ലോ. ഒളിവിൽ ഇരുന്നു കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും അതുപോലെ ഭരണാധികാരികൾക്കെതിരെയും ഒക്കെ വോയിസ് മെസ്സേജുകളും വീഡിയോകളും വഴി പ്രതികരിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ അപമാനിച്ചു, ആക്ഷേപിച്ചു, വെല്ലുവിളിച്ചു എന്നതൊക്കെയാണ് പോലീസിനെ ചൊടിപ്പിച്ചിട്ടുള്ളത്. പോലീസിൻ്റെ അനാവശ്യമായിട്ടുള്ള ഈഗോ, അഭിമാനക്ഷതം, ഇതൊക്കെ മറച്ചു പിടിക്കാൻ മാത്രമാണ് ഇത്രയും വലിയ ഒരു സാഹസത്തിന് പോലീസ് തുനിഞ്ഞിറങ്ങിയതെന്ന് ഏത് പൊട്ടക്കണനും മനസ്സിലാവും. പോലീസ് തങ്ങളുടെ ശക്തിയും ആൾബലവും ഒക്കെ പ്രദർശിപ്പിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് തങ്ങളൊരു പൗരനെ വേണമെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും വളഞ്ഞിട്ട് പിടിക്കാം, എന്ത് വേണമെങ്കിലും അവനെ ചെയ്യാം എന്ന ഒരു സന്ദേശം കൊടുക്കുക മാത്രമാണ്. അത് മാത്രമാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. എന്നാൽ ഇത് കേവലം പോലീസിന്റെ കഴിവുകൾ മറയ്ക്കാനുള്ള ഒരു മുഖം രക്ഷിക്കാനുള്ള ഒരു അഭ്യാസം എന്നല്ലാതെ മറ്റൊന്നുമല്ല എന്നതിന് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ വായിക്കാനും പറ്റും. ഇവിടെ അർജുൻ ആയങ്കി എന്ന വ്യക്തി മുന്നോട്ട് വെച്ചിട്ടുള്ള ചില ന്യായമായ കാര്യങ്ങൾ നമ്മൾ വിശകലനം ചെയ്യണം. മുൻകാലങ്ങളിൽ ഈ അർജുൻ ആയങ്കിയുടെ പേരിൽ നിരവധി കേസുകൾ ഉണ്ടായിരുന്നതായിട്ട് അയാൾ തന്നെ പരസ്യമായി സമ്മതിച്ചിട്ടുണ്ട്. നമുക്കറിയാം, മീഡിയകളിലും മറ്റും നമ്മൾ വായിച്ചിട്ടുള്ള കേസുകൾ സത്യമോ അല്ലയോ, കേസുകളൊക്കെ മോചിക്കപ്പെട്ടു എന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. അതായത് സ്വർണ്ണ പൊട്ടിക്കൽ കേസായാലും മറ്റ് അടിപിടി കേസായാലും എന്ത് കേസായാലും അത്തരത്തിലുള്ള കേസുകളെല്ലാം, ആ കേസുകളിൽ ഭൂരിഭാഗവും നിയമപരമായി അവസാനിക്കുകയും 4 കേസുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നും അയാൾ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ലൈവിൽ കണ്ടു. ആ 4 കേസുകൾ കൂടി നിയമപരമായിട്ട് നേരിട്ട് കുറ്റവിമുക്തനായി സ്വസ്ഥമായി അധ്വാനിച്ച് നല്ലൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വ്യക്തമായ ഭാഷയിൽ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു. അതാണ് അർജുൻ ആയങ്കി പറഞ്ഞ ഒരു വാക്യം. അതാണ് അയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ, അയാൾ വീണ്ടും തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുമ്പോഴും പോലീസ് ബോധപൂർവം വ്യാജ കേസുകൾ ചുമത്തി അല്ലെങ്കിൽ പഴയ കേസുകളുടെയൊക്കെ പേര് പറഞ്ഞ അയാളെ വേട്ടയാടാൻ തുനിഞ്ഞിറങ്ങുകയാണ് ഉണ്ടായത് എന്നത് അത് ഇവിടെ പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. തനിക്കെതിരെ നടക്കുന്ന അനീതിക്കെതിരെയും കള്ളക്കേസുകൾക്കെതിരെയും ഒക്കെ പ്രതികരിച്ചതിനാണ് അയാൾ വീണ്ടും സൈബർ കേസുകളും അല്ലെങ്കിൽ ഭീഷണി കേസുകളും ഒക്കെ ചുമത്തിയിരിക്കുന്നത്
എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അല്ലാതെ എന്താ ഉള്ളത്? ഈ കഴിഞ്ഞ ദിവസത്തെ പത്രമാധ്യമ വാർത്തകൾ നോക്കൂ, അതിൻ്റെ ഹൈപ്പ് നോക്കണ്ട, അതിന് താഴെയുള്ള കാമ്പും കഴമ്പും എന്താണെന്ന് നോക്കിയാൽ മതി. മീഡിയകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ആടിനെ പട്ടിയാക്കാനും പിന്നെ അതിനെ പേപ്പട്ടിയാക്കാനും അവർക്ക് നല്ല സൗകര്യമാണ്, വാർത്താ പ്രാധാന്യം ഉണ്ടാവണം. അർജുൻ ആയങ്കി എന്ന് പറഞ്ഞത് ഒരു മഹാസംഭവമായിട്ട് ഈ കേസ് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ ഈ ചാനലിൽ വീഡിയോ ചെയ്യാറുന്നത്. ഇന്നത് ചെയ്യുന്ന ആദ്യത്തെ ഒരു വീഡിയോയാണ്. കുറ്റം ചെയ്യാത്ത അവസ്ഥയിൽ ഒരു വ്യക്തിയെ വീണ്ടും വീണ്ടും പോലീസ് പീഡിപ്പിക്കുക, എന്നിട്ട് അവനെ ജയിലിലടയ്ക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുന്നത് സ്വാഭാവികമായിട്ടുള്ള മനുഷ്യസഹജമായിട്ടുള്ള പ്രതികരണമാണ്. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ന്യായം നിൽക്കുന്നത് പ്രതികരിച്ച പൗരൻ്റെ, അതായത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അർജുൻ ആയങ്കിയുടെ ഭാഗത്താണ് ന്യായം. അധികാര ദുർവിനിയോഗത്തിലൂടെ കള്ളക്കേസുകൾ നിർമ്മിച്ച് പ്രതികാര ബുദ്ധിയോടെ പെരുമാറിയിട്ടുള്ള പോലീസ് സംവിധാനമാണ് ഇവിടെ അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നത്. കാരണം അയാളെ എന്തിനാണ് കേസെടുത്ത് വെറുതെ അല്ലെങ്കിൽ തൂക്കിയെടുത്ത് റിമാൻഡ് ചെയ്യിച്ചതിൻ്റെ ആവശ്യം എന്താ? 10-20 ദിവസം ജയിലിൽ കിടന്നു എന്ന് അയാൾ പറയുന്നത് കേട്ടു. എന്തിനാ അയാൾ ജയിലിലടച്ചത്? അയാളെ കേസിൽ പ്രതിയാണോ? അല്ലല്ലോ. അപ്പോൾ ഒരാൾ എന്നോ ഒരു കേസിൽ പ്രതിയായി, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഏതൊരു വ്യക്തിയും ഈ 2 കേസിലായാലും തങ്ങൾക്ക് പറ്റില്ല എന്ന് തോന്നിയാൽ അവരെ ജയിലിലടയ്ക്കാനായിട്ട് പറ്റുന്ന ഒരു സംവിധാനമാണ് ഇവിടുത്തെ ആഭ്യന്തര സംവിധാനം, ഇവിടുത്തെ നിയമ നീതി നിർവഹണ സംവിധാനം എന്ന് ഏതെങ്കിലും പൗരന് തോന്നിക്കഴിഞ്ഞാൽ അവൻ പ്രതികരിക്കും. അത് സ്വാഭാവികം. ഏതായാലും ഈ സംഭവവികാസങ്ങൾ പിന്നിൽ ഈ പോലീസിൻ്റെ അല്ലെങ്കിൽ ഈ ഭരണകൂടത്തിൻ്റെ ഒരു ദുരഭിമാനം മാത്രമല്ല, വലിയൊരു വൈപരീത്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്, രാഷ്ട്രീയ വഞ്ചന നിലനിൽക്കുന്നുണ്ട്. CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും അതിൻ്റെ നേതൃത്വത്തിൻ്റെയും ഒക്കെ നിലപാടുകളിലുള്ള വഞ്ചന. അഴീക്കോട്ടത്തെ പ്രാദേശിക DYFI സെക്രട്ടറിയായിട്ട് തുടങ്ങി പിന്നീട് സോഷ്യൽ മീഡിയയിൽ പാർട്ടിയുടെ തീവ്ര സൈബർ പോരാളിയായിട്ട് മാറി പാർട്ടിയുടെയും നേതാക്കളുടെയും എല്ലാ അരുതായ്മകളെയും ഒക്കെ ന്യായീകരിക്കാൻ മുന്നിൽ നിന്ന വ്യക്തിയായിരുന്നു ഈ അർജുൻ ആയങ്കി എന്ന് മനസ്സിലാക്കണം. അതായത് പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ. CPMന് വേണ്ടിയും അതിൻ്റെ സമുന്നതരായ നേതാക്കൾക്ക് വേണ്ടിയും തെരുവിലും സൈബറിടങ്ങളിലും ഒരുപോലെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട സാമ്പത്തിക സ്രോതസ് ഒരുക്കി കൊടുത്ത ഈ ചെറുപ്പക്കാരൻ പാർട്ടിയെ അന്ധമായി വിശ്വസിച്ചു എന്നതാണ് അയാൾ ചെയ്ത തെറ്റ്. പാർട്ടി വിശ്വസിച്ചു. പാർട്ടിക്കാർ ആവശ്യപ്പെട്ട സകല പണികളും സകല കൊട്ടേഷൻ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തങ്ങട്ട് നടത്തി. ഒടുവിലെ കേസും കാര്യങ്ങളുമായി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ, സ്വന്തം ജീവിതം വഴിമുട്ടിയപ്പോൾ പാർട്ടിയുടെയും DYFIയുടെയും നേതൃത്വം ഇയാളെ തള്ളിപ്പറഞ്ഞ് കൈയങ്ങോട്ട് കഴുകി. ഇതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത്. മുമ്പ് കരിപ്പൂർ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, രാമനാട്ടുകരയിലെ വാഹനാപകട കേസ്, ഇതിലൊക്കെ അർജുൻ ആയങ്കിയുടെ പേര് ഉയർന്നു വന്നപ്പോൾ പാർട്ടി തന്നെ ഇയാളെ പുറത്താക്കി തങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ചു. പാർട്ടിയുടെ നിലപാട് അങ്ങനെയാണ്. പാർട്ടിക്ക് വേണ്ടി ഇനി എന്തൊക്കെ ചെയ്താലും അതിന് പാർട്ടി സകല ഒത്താശയും ചെയ്തു കൊടുക്കും. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പാർട്ടി അങ്ങോട്ട് തള്ളിപ്പറയും. ഒരൊറ്റ അങ്ങ് തള്ളി അങ്ങോട്ട് കൊടുക്കും. പാർട്ടിയെ വിശ്വസിച്ചിട്ട് നേതാക്കന്മാരുടെയും പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ ആഹ്വാനപ്രകാരം ഗുണ്ടാപ്പണിക്കും അടിപിടിക്കും ഇറങ്ങുന്ന ചെറുപ്പക്കാർക്ക്, അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരന് ഒടുവിൽ ലഭിച്ചത് ഒരു പൂർണ്ണമായ തള്ളിപ്പറയലും ഒരു അവഗണനയുമാണ്. പാർട്ടിയെ വിശ്വസിച്ച് നേതാക്കന്മാരുടെയും പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ നിർബന്ധം അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ വിശ്വസിച്ച് ഗുണ്ടാപ്പണിക്കും അടിപിടിക്കും ഒക്കെ ഇറങ്ങിയിട്ടുള്ള അർജുൻ ആയങ്കിക്ക് ഒടുവിൽ ലഭിച്ചത് പൂർണ്ണമായിട്ടുള്ള തള്ളിപ്പറയൽ, അവഗണന. അതായത് എന്താണോ അവർ ഉദ്ദേശിച്ചത് അതങ്ങോട്ട് കിട്ടി. അർജുൻ ആയങ്കി മുൻകാലങ്ങളിൽ ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായി കേസെടുത്ത് വിചാരണ നടത്തി ശിക്ഷിക്കുന്നതിനോട് ആർക്കും ഇവിടെ എതിർപ്പൊന്നുമില്ല. ശിക്ഷിക്കട്ടെ. പക്ഷേ മുമ്പ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏതൊരാളെയും അനാവശ്യമായി കസ്റ്റഡിയിലെടുക്കുന്നതും കള്ളക്കേസ് എടുക്കുന്നതും ജയിലിലടയ്ക്കുന്നതും അത് ശരിയായ കാര്യമാണെന്ന് സമ്മതിച്ചു തരാൻ പറ്റൂല. പോലീസ് അങ്ങനെ ചെയ്യാനും പാടില്ല. തങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കരിമ്പിൻ ചണ്ടി പോലെ ആളുകളെ വലിച്ചെറിയുന്ന CPMന്റെ രാഷ്ട്രീയ നന്ദികേടാണ് ഇവിടെ തെളിഞ്ഞു നിൽക്കുന്നത്. പാർട്ടിയുടെ നേതാക്കളുടെയും ഒക്കെ നിലനിൽപ്പിനായിട്ട് തെരുവിൽ ചോര ചിന്താനും മറ്റുള്ളവരെ ആക്രമിക്കാനും പോകുന്ന ഏതൊരു പുതിയ തലമുറയിലെ പ്രവർത്തകനും അല്ലെങ്കിൽ ഒരു സൈബർ കമ്മിയും കണ്ടുപഠിക്കേണ്ട വലിയൊരു പാഠമാണത്. പാർട്ടിക്ക് ആവശ്യമുള്ളപ്പോൾ അവർ സിന്ദാബാദ് വിളിപ്പിക്കും. അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ കുറ്റവാളിയാക്കി വഴിയിൽ ഉപേക്ഷിച്ച് നേതാക്കന്മാർ അവരുടെ താവളങ്ങളിലേക്ക്, സുരക്ഷിത താവളങ്ങളിലേക്ക് അങ്ങോട്ട് മാറും. അർജുൻ ആയങ്കിയുടെ ഇന്നത്തെ ഈ ഗതികേട് പാർട്ടിയെ അന്ധമായി വിശ്വസിച്ചതിൻ്റെ ദുരന്ത ഫലമാണ്. അത് വ്യക്തമായി നമുക്കത് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഇത്തരം ഒരു ഘട്ടത്തിൽ ഈ അറസ്റ്റും ഈ മാധ്യമ നാടകങ്ങളും ഒക്കെ അരങ്ങേറുന്നതിൻ്റെ സമയവും ഒക്കെ നമ്മൾ കാണാതെ പോകരുത്. നിലവിൽ ഇവിടുത്തെ പ്രതിപക്ഷവും CPM നേതൃത്വവും ഒക്കെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധികളെയും അഴിമതി ആരോപണങ്ങളെയും ഒക്കെ അഭിമുഖീകരിക്കുകയാണ്. മാസപ്പടി കേസ് അടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങളിൽ അന്വേഷണം മുൻ മുഖ്യമന്ത്രിയിലേക്കും കുടുംബത്തിലേക്കും ഒക്കെ എത്തി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ഏത് നിമിഷവും വലിയ വഴിത്തിരിവുകൾ ഒരുപക്ഷെ സംഭവിക്കാം. ആ ഒരു ഭയം പ്രതിപക്ഷത്തെ വേട്ടയാടുന്നുണ്ട് എന്നത് സത്യമാണ്. ഇവിടെ 10 വർഷം കേരളം ഭരിച്ചിട്ടും അവർ നേരിട്ടുള്ള രാഷ്ട്രീയ പരാജയങ്ങളും കാത്തിരിക്കുന്ന നിയമ നടപടികളും ഒരു ജനകീയ മുഖം പാർട്ടിക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൽ വല്ല സംശയമുണ്ടോ?
അപ്പോൾ അതെല്ലാം ജനശ്രദ്ധയിൽ നിൽക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി തങ്ങൾ ജനകീയരാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അവർ സംരക്ഷിച്ചിരുന്ന ആയങ്കിമാരെ തള്ളിപ്പറയേണ്ടത് CPM-ൻ്റെയും പിണറായിയുടെയൊക്കെ ആവശ്യമാണ്. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് മനസ്സിലാക്കിയാൽ മതി. തങ്ങൾ വലിയ നിയമപാലകരാണ് എന്നും ഇനി ആര് തെറ്റ് ചെയ്താലും ആ തെറ്റുകാരെയും ക്രിമിനലുകളെയും ഒന്നും തങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്നും ഒക്കെ വരുത്തി തീർത്ത് തങ്ങളുടെ നഷ്ടപ്പെട്ട ജനകീയ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ അർജുൻ ആയങ്കിയെ തൂക്കിയെടുക്കാൻ ശ്രമിക്കുകയും അകത്താക്കുകയും അല്ലാതെ സർക്കാരിന് ഈ പോലീസിന് വേറെ വഴിയില്ല. രണ്ടുപേരുടെ ലക്ഷ്യമൊന്നു തന്നെയാണ്. ചുരുക്കത്തിൽ അർജുൻ ആയങ്കിയെ മണിക്കൂറുകൾ നീണ്ട വലിയൊരു തെരച്ചിലിനൊടുവിൽ അർദ്ധരാത്രിയിൽ കണ്ണൂരിലെ ഫ്ളാറ്റിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത് പോലീസിന്റെ ഒരു മഹത്തായ ഒരു വീരകൃത്യമായി ഉയർത്തിക്കാട്ടാൻ കഴിയില്ല എന്നത് തന്നെയാണ്. തങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുകയും തങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്ത ഒരു വ്യക്തിയോടുള്ള അധികാരവർഗത്തിന്റെ പ്രതികാരവും പോലീസിന്റെ ഈഗോയും ഭരണകൂടത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും രാഷ്ട്രീയ തന്ത്രവും മാത്രമാണ് ഈ അറസ്റ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമായിരിക്കണം. അല്ലാതെ സ്വന്തം പരാജയങ്ങൾ മറച്ചുപിടിക്കാനും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടി ഒരു വ്യക്തിയെ വേട്ടയാടുന്നത് ജനാധിപത്യത്തിനും നിഷ്പക്ഷ നിയമവാഴ്ചയ്ക്കും വൻ ഭീഷണി തന്നെയാണ്. Different angles. Don't forget to subscribe and support this channel.